ലോക മഹായുദ്ധത്തിനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് ട്രംപ് സെലൻസ്കിയോട് ചോദിച്ചതാണ്. എന്നാൽ ഇതേ ഗൗരവം അമേരിക്കൻ പ്രസിഡന്റിന് ഗാസയുടെ കാര്യത്തിലുണ്ടോ? ട്രംപിന്റെ ഇരട്ടത്താപ്പല്ലേ ഇവിടെ പ്രകടമാകുന്നത്? യുക്രൈൻ മണ്ണിൽ വെടിനിർത്തൽ നടപ്പിലാക്കാനുള്ള ചർച്ചകൾ തുടരവേ ഇങ്ങ് പടിഞ്ഞാറൻ ഏഷ്യയിൽ വീണ്ടും സംഘർഷ സാഹചര്യങ്ങൾ സംജാതമായിരിക്കുന്നു. ഗാസയിലേക്ക് വീണ്ടും ഇസ്രയേലിന്റെ ബോംബ് വർഷം. 400-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. അമേരിക്കയുമായി കൂടിയാലോചന നടത്തിയതിനു പിന്നാലെയായിരുന്നു ഇസ്രയേലിന്റെ വ്യോമാക്രമണം. എന്തിനും ഏതിനും ബൈഡനെ കുറ്റം പറയാറുള്ള ട്രംപ് പക്ഷേ ഇസ്രയേലിന്റെ കാര്യം എത്തിയാൽ ബൈഡൻ സഞ്ചരിച്ച അതേ വഴിയിലേക്ക് തന്നെയാണ് കാലെടുത്തു വെക്കുന്നത്. അതെ, ഗാസ തീരം വീണ്ടും കലുഷിതമായിരിക്കുന്നു. വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടു. പലസ്തീനിൽ വീണ്ടും യുദ്ധസമാനമായ അന്തരീക്ഷം. എന്തായിരിക്കും ഇസ്രയേലിന്റെ ഈ അപ്രതീക്ഷിത നീക്കത്തിന് പിന്നിൽ? പടിഞ്ഞാറൻ ഏഷ്യയിൽ വീണ്ടും യുദ്ധകാഹളമോ? ബിയോണ്ട് ദ ബോർഡേഴ്സ് പരിശോധിക്കും. ഈ കഴിഞ്ഞ മാർച്ച് 1-നാണ് ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള 1ാം ഘട്ട വെടിനിർത്തൽ കരാർ അവസാനിച്ചത്. 2ാം ഘട്ട വെടിനിർത്തൽ കരാറിനെ സംബന്ധിച്ച് ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഗാസയിലേക്ക് ഇസ്രയേലിന്റെ വ്യോമാക്രമണം. 400-ലധികം പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. പിന്നാലെ ഇത് തുടക്കം മാത്രമെന്ന് നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ്. ഒപ്പം ഇതിനെല്ലാം കാരണക്കാർ ഹമാസ് ആണെന്ന് കുറ്റപ്പെടുത്തലും. അവശേഷിക്കുന്ന ബന്ദികളെയും വിട്ടയക്കണമെന്ന ഇസ്രയേലിന്റെ ആവശ്യം ഹമാസ് നിരസിച്ചതിനെ തുടർന്നാണ് വീണ്ടും ആക്രമണത്തിന് തുടക്കമിട്ടതെന്ന് നെതന്യാഹു എക്സിൽ പങ്കുവെച്ച വീഡിയോയിൽ പറയുന്നു. തങ്ങൾക്കെതിരെ ഹമാസ് ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നുവെന്നും ഇസ്രയേൽ ആരോപിച്ചു. എന്നാൽ അതിനെ സാധൂകരിക്കുന്ന ഒരു തെളിവും പുറത്തുവിട്ടിട്ടില്ല എന്നത് മറ്റൊരു വാസ്തവം. 2023 ഒക്ടോബർ 7-നായിരുന്നു ഹമാസിന്റെ മിന്നലാക്രമണം. 1200 പേർ അന്ന് കൊല്ലപ്പെട്ടു. 250ഓളം പേരെ ബന്ദികളാക്കി. പിന്നാലെ ഇസ്രയേൽ തിരിച്ചടിച്ചു. ഇതുവരെ 50,000-ലധികം പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റു. പലായനം ചെയ്തവർ ഒട്ടനവധി. ഗാസയെ പൂർവ്വസ്ഥിതിയിലാക്കാൻ ഇനി കാലങ്ങൾ കാത്തിരിക്കണം. 3ാം ലോക യുദ്ധത്തിലേക്ക് ലോകത്തെ ചെന്നെത്തിക്കുമോ എന്ന് ഭയന്ന് 15 മാസക്കാലം. ഒരു വശത്ത് ഇറാനും പ്രോക്സി സേനകളും, അവർക്കൊപ്പം റഷ്യയുടെ അദൃശ്യകരങ്ങളും. മറുവശത്ത് ഇസ്രയേലും അവരുടെ ബഡാബായി അമേരിക്കയും. പലസ്തീൻ ജനതയുടെ വിലാപം ലോകമെങ്ങും അലയടിച്ചു. യുദ്ധം അവസാനിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട ഐക്യരാഷ്ട്രസഭ അമ്പേ പരാജയമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു. ജനുവരി 19-നാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള 1ാം ഘട്ട വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത്. കരാർ അനുസരിച്ച് 1800 പലസ്തീൻ തടവുകാരെ വിട്ടുകൊടുക്കുന്നതിനു പകരമായി ഹമാസ് ഇസ്രയേലിന്റെ 25 ബന്ദികളെ മോചിപ്പിക്കുകയും 8 മൃതദേഹങ്ങൾ വിട്ടു നൽകുകയും ചെയ്തു. 16 ദിവസങ്ങൾക്ക് ശേഷം കരാറിന്റെ 2ാം ഘട്ടം ആരംഭിക്കാനായിരുന്നു തീരുമാനം. ബാക്കി വരുന്ന ബന്ദികളെയും മോചിപ്പിച്ചതിനു ശേഷം ഗാസയുടെ പുനർനിർമ്മാണം അതായിരുന്നു പ്ലാൻ. 2ാം ഘട്ടം ചർച്ച ചെയ്യുന്നതിനായി വെടിനിർത്തൽ 50 ദിവസത്തേക്ക് കൂടി നീട്ടാമെന്ന് അമേരിക്കൻ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിൽ മുന്നോട്ട് വെച്ചു. എന്നാൽ ആ നിർദ്ദേശം ഹമാസ് നിരസിച്ചു. പിന്നാലെ ഗാസയിലേക്ക് നൽകി വന്ന സഹായവും ഇസ്രയേൽ നിർത്തിവെക്കുകയുണ്ടായി. ഹമാസിനെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ബന്ദികളുടെ മോചനം സാധ്യമാക്കുക എന്നതായിരുന്നു ഇസ്രയേലിന്റെ നീക്കം. ഈ ഉദ്യമത്തിൽ ഇസ്രയേലിനൊപ്പം അമേരിക്കയും ഉണ്ടായിരുന്നു. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ സ്പെഷ്യൽ എൻവോയി സ്റ്റീവ് വിറ്റ്കോഫ് ഹമാസ് പ്രതിനിധികളുമായി ചർച്ചകൾ നടത്തിയെങ്കിലും ഇസ്രയേലിന് അനുകൂലമായി ചർച്ച പര്യവസാനിച്ചില്ല. യുദ്ധം അവസാനിപ്പിക്കണമെന്നും തങ്ങളുടെ പ്രദേശത്തു നിന്നും ഇസ്രയേൽ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കണമെന്നും ഹമാസ് നിർബന്ധം പിടിച്ചു. കരാറിന്റെ 2ാം ഘട്ടം പുനരാരംഭിക്കുമെന്നവർ കരുതി. ബന്ദികളെ വിട്ടു നൽകി ഇസ്രയേൽ തടവിൽ കഴിയുന്ന പലസ്തീനികളെ മോചിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. അതെ, ഒരു തരത്തിൽ വിലപേശൽ തന്നെ. ഇസ്രയേൽ നീക്കം ഫലം കണ്ടില്ല. ഹമാസിന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി. ഇസ്രയേലിലെ ആഭ്യന്തര രാഷ്ട്രീയ സംഭവവികാസങ്ങളാണ് കരാർ ലംഘിക്കപ്പെടാൻ കാരണമായതെന്ന് നിരീക്ഷകർ പറയുന്നു. വെടിനിർത്തൽ കരാറല്ല, മറിച്ച് ഗാസയിൽ സൈനിക ഓപ്പറേഷൻ തുടരാനാണ് നെതന്യാഹുവും അദ്ദേഹത്തിന്റെ വലതുപക്ഷ സഖ്യകക്ഷികളും ആഗ്രഹിക്കുന്നത്. ഹമാസിനെ വേരോടെ നശിപ്പിക്കുക, തങ്ങളുടെ ശത്രുവിനെ തീർത്തും ഉന്മൂലനം ചെയ്തുകൊണ്ട് ഇസ്രയേലിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുക, അതായിരുന്നു നെതന്യാഹു സർക്കാരിന്റെ ലക്ഷ്യം. അതിനു മുന്നിൽ ഹമാസിന്റെ തടവിൽ കഴിയുന്ന ബന്ദികളുടെ കുടുംബങ്ങളുടെയോ അവർക്കു വേണ്ടി തെരുവിലിറങ്ങുന്ന പ്രതിഷേധക്കാരുടെയോ വാക്കുകൾക്ക് ഇസ്രയേൽ സർക്കാർ തൽക്കാലം ചെവി കൊടുക്കുന്നില്ല. ഇസ്രയേൽ സുരക്ഷാ ഏജൻസി ഷിൻബെറ്റ് ഡയറക്ടർ റോണൽഡ് പാറിനെ പുറത്താക്കിയ നെതന്യാഹുവിന്റെ നീക്കം ഇത് ശരിവെക്കുന്നുണ്ട്. ഗാസയിലേക്ക് സൈനിക നീക്കം പുനരാരംഭിക്കുന്നതിനേക്കാൾ ശേഷിക്കുന്ന ഇസ്രയേലി ബന്ദികളെ ജന്മനാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് ബാർ മുൻഗണന നൽകിയിരുന്നത്. അതുപക്ഷേ നെതന്യാഹുവിന്റെ കൂട്ടുമന്ത്രിസഭയിലെ തീവ്ര വലതുപക്ഷ നേതാക്കൾക്ക് അംഗീകരിക്കാനാവുന്നതായിരുന്നില്ല. സഖ്യ സർക്കാരിനെ രക്ഷിക്കുക, തനിക്കെതിരെയുള്ള കോടതി നടപടികൾ മാറ്റിവെക്കുക,
ഗാസയിലെ സൈനിക നടപടി വീണ്ടും ആരംഭിക്കാൻ നെതന്യാഹുവിനെ നിർബന്ധിതനാക്കിയത് ഈ കാരണങ്ങളാണത്രേ. ഇസ്രായേൽ വീണ്ടും സംഘർഷവാതിൽ തുറന്നു വയ്ക്കുമ്പോൾ ഇറാൻ സംഘർഷഭൂമിയിലേക്ക് ഇറങ്ങാൻ നിർബന്ധിതനായേക്കും. അത് സ്ഥിതി കൂടുതൽ വഷളാക്കുകയുള്ളൂ. അതിനിടവരുത്താതെ മേഖലയിൽ സമാധാനം പുലരേണ്ടതുണ്ട്. യുദ്ധം ബാക്കിവെച്ച അവശേഷിപ്പുകൾക്കിടയിലേക്ക് ജനം തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഇസ്രായേൽ വീണ്ടും ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. 15 മാസക്കാലമായി തുടരുന്ന സംഘർഷാവസ്ഥ വീണ്ടും സജീവമാകുമ്പോൾ ഗാസയിൽ ഇനി അവശേഷിക്കുന്നത് എന്ത് എന്ന ചോദ്യം മാത്രം ബാക്കി.